എനിക്ക് ഒരുപാട് ഹെൽമെറ്റ് വെച്ചിട്ട് എൻ്റെ ഒരുപാട് മുടിയും കാര്യങ്ങളൊക്കെ പോയതാണ്. അങ്ങനെ നമ്മളൊരു ക്ലിനിക്ക് തപ്പി നമ്മുടെ ഹെയറിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഹെയറോക്രാഫ്റ്റിലാണ് കേട്ടോ. നമ്മൾ ഹെയറോക്രാഫ്റ്റിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമല്ല, നമ്മൾ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ട്. അതിവൺ ഒന്നും ചെയ്യാൻ പറ്റാത്ത കേസസ് ആണെങ്കിൽ ഹെയർ ഫിക്സിംഗ് വരെ നമ്മൾ ചെയ്യും. PRP ആയിക്കോട്ടെ, GFC ആയിക്കോട്ടെ, TET അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പേഷ്യൻസ് വന്ന് കൺസൾട്ട് ചെയ്ത് അവർക്ക് എന്താണ് പ്രോബ്ലം അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അതുപോലെ നമ്മൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഡെന്റലും എല്ലാം ഹെയർക്രാഫ്റ്റിൽ അവൈലബിൾ ആണ്. താടിയുടെ ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നമുണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ബിയർഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അതല്ല ചിലപ്പോൾ ഗ്രോത്ത് ആണ് പ്രശ്നമെങ്കിൽ നമുക്ക് PRP, മൈക്രോനീഡ്ലി അങ്ങനെയുള്ള കുറേ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അരുണിന്റെ കേസിൽ എന്ന് വെച്ചാൽ മുടിക്ക് കട്ടി ഭയങ്കര ചെറിയൊരു തിന്നിങ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രോത്തും കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ GFC സജസ്റ്റ് ചെയ്യുന്നത്. GFC എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ബ്ലഡിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാവും, പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആയിട്ട് ഒരു എൻറിച്ച്ഡ് ഫോമിലാണ് നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ട് മുടി വളരും. മുടിയുടെ ഒരു അനാജൻ എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്, അത്